നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകരയിൽ KSRTC സൂപ്പർഫാസ്റ്റിന് പിറകിൽ നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ച് അപകടം, 12 പേർക്ക് പരിക്കേറ്റു. ടോൾ വിരുദ്ധ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നടന്ന സമര ശൃംഖല VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ഭരണകൂടത്തെയും ജനങ്ങളെയും ടോൾ കമ്പനി പരസ്യമായി കബളിപ്പിക്കുകയാണെന്ന് സുധീരൻ ആരോപിച്ചു. നിർമ്മാണം പൂർത്തിയാകുന്ന തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. അളഗപ്പ് നഗർ പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് K രാജേശ്വരി അവതരിപ്പിച്ചു. 1 കോടി ഉപയോഗിച്ച് മുപ്ലിം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പണിതീർത്ത ലാബ് ലൈബ്രറി കെട്ടിടം തുറന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ആമ്പല്ലൂർ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 ചാൽ മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ നടത്തി. സമാപന ചടങ്ങിനോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്ര നടത്തി. പൊതുസമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകനായ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ചാലക്കുടി നഗരസഭ ചെയർമാൻ AB ജോർജ്, കൌൺസിലർ നിത പോൾ, ചാലക്കുടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ, KCCL ചെയർമാൻ ഗോവിന്ദൻ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, KCCL MD PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, കേരള വിഷൻ ചെയർമാൻ PM നാസർ, കേരള വിഷൻ MD ജയപ്രകാശ്, KCCL ഡയറക്ടർ VP ബിജു എന്നിവർ പ്രസംഗിച്ചു. COA ജില്ലാ സെക്രട്ടറി P ആന്റണി സ്വാഗതവും CA ബൈജു നന്ദിയും പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് പൊതുവെ എല്ലാ മേഖലയിലും കോർപ്പറേറ്റ് വൽക്കൃതമായിട്ടുള്ള രീതികൾ, കോർപ്പറേറ്റ് വൽക്കൃത നയങ്ങൾ, അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികൾ രാജ്യത്തുണ്ടാവുന്നുണ്ട്. വിവിധ മേഖലകൾ, ആ മേഖലകളിൽ പണിയെടുക്കുന്നവരും ആ മേഖല കൈകാര്യം ചെയ്യുന്ന വ്യക്തികളൊക്കെ സംഘടനകളായി രൂപപ്പെട്ടിട്ടുള്ള സംഘടനകളെല്ലാം വലിയ തോതിൽ അത്തരം നയങ്ങളുടെ ഭാഗമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, പ്രയാസപ്പെടുന്നവരെല്ലാം വലിയ ചെറുത്തുനിൽപ്പുകളാണ് രാജ്യത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ മറ്റു പലതിൻ്റെയും പ്രവർത്തനങ്ങളിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സിന് ഇടപെടാൻ കഴിയുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, സന്നദ്ധ പ്രവർത്തനങ്ങളിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന സംഘടനയായി COA മാറി എന്നുള്ളത് സന്തോഷകരമാണ്. എൻ്റെ അനുഭവം തന്നെയുണ്ട് എൻ്റെ മുമ്പിലും മനസ്സിലും. ഒരുപക്ഷെ ഇന്ത്യയിൽ ചെറുകിട സംരംഭകര് ഇത്ര ശക്തമായി ഒരു കൂട്ടമായി കോർപ്പറേറ്റുകളെ ഇത്രയും ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്ന മറ്റൊരു മേഖല ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അത് കേബിൾ മേഖലയാണ്. അത് വളരെ ഐറണി നിറഞ്ഞതുമാണ്, ആശ്ചര്യം നിറഞ്ഞതുമാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ കോർപ്പറേറ്റ് വൽക്കരണം
കൊടകരയിൽ KSRTC സൂപ്പർഫാസ്റ്റിന് പിറകിൽ നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ച അപകടം 12 പേർക്ക് പരിക്കേറ്റു. 4 പേരുടെ നില ഗുരുതരം. കൊടകര മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. ബസ്സിന് പുറകിൽ ലോറി ഇടിക്കുകയായിരുന്നു. പുലർച്ചെ 3:30യോടെയായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റവരെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറിയുമായി ബസ് ഇടിച്ചതിന് പിന്നാലെ മറ്റൊരു ലോറി പിറകിൽ ഇടിക്കുകയായിരുന്നു. ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഉൾപ്പെടെയുള്ള 4 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ലാത്തവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേളാങ്കണ്ണിയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഭരണകൂടത്തെയും ജനങ്ങളെയും ടോൾ കമ്പനി പരസ്യമായി കബളിപ്പിക്കുകയാണെന്ന് മുൻ സ്പീക്കർ VM സുധീരൻ ആരോപിച്ചു. പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തണമെന്നാവശ്യപ്പെട്ട് ടോൾ വിരുദ്ധ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നടന്ന സമരശൃംഖല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് സേഫ്റ്റി കൗൺസിലിൻ്റെ റിപ്പോർട്ട് പ്രകാരം 50ഓളം അപകടകരമായ സ്പോട്ടുകളും നിരവധി നിർമ്മാണ തകരാറുകളും ചൂണ്ടിക്കാണിച്ചിട്ടും ടോൾ കമ്പനിക്കെതിരെ നടപടിയെടുക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിസമ്മതിക്കുന്നുവെന്നും 40% സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങിയാണ് ഹൈവേ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ടോൾ കാലാവധി വീണ്ടും നീട്ടി നൽകിയത് ജനവഞ്ചനയാണെന്നും VM സുധീരൻ കുറ്റപ്പെടുത്തി. പ്രതിഷേധ പരിപാടിയിൽ കൺവീനർ PJ മോൻസി അധ്യക്ഷനായി. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. KC കാർത്തികേയൻ, ജയൻ കോനിക്കര, വിൽസൺ പണ്ടാരവളപ്പിൽ, മനോജ് ചിറ്റലപ്പള്ളി, മോഹൻദാസ് ചാലക്കുടി, മുരുകൻ വെട്ടിയാട്ടിൽ, MV ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. 12 വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ കൂട്ടായ്മയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഈ മാസം 16 വരെ നീളുന്ന സമരപരിപാടി വൈകിട്ട് 4-ന് നടക്കും. ദേശീയപാതയുടെ പ്രവർത്തന ഭാഗമായി ആരംഭിച്ച ടോൾ പിരിവ് സംവിധാനം അതിൻ്റെ അപാകതകൾ ഒന്നൊന്നായി ചൂണ്ടിക്കാണിക്കുന്നത് എന്നെന്നും മുൻപന്തിയിലായിരുന്നു പാലിയേക്കരയിലെ ടോൾ വിരുദ്ധ സമരസമിതി. ഫെബ്രുവരി 9-നാണ് ഈ നാട്ടിൽ കേരളത്തിൽ ആദ്യമായിട്ട് ടോൾ ആരംഭിച്ചത്. ഈ സമരത്തിലെത്തിയ ആളുകൾക്ക് സ്വാഗതം നൽകുന്നതായി. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് 11 വർഷം മുന്നേ പാലിയേക്കരയിൽ ടോൾ പിരിച്ചുകൊണ്ടുള്ള നീക്കം നടത്തിയപ്പോൾ തന്നെ അതിന്റെ ഭവിഷ്യത്തുകൾ അതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ സമര സമിതി എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു സമര ശൃംഖല എന്നുള്ള ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന 12 കോടി രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തിയാകുന്ന തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ സംഘാടക സമിതി യോഗം വരന്തരപ്പള്ളിയിൽ നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷയായ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാനായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരനെയും കൺവീനറായി മൈനർ ഇറിഗേഷൻ എഞ്ചിനീയർ KR ആര്യയെയും ട്രഷററായി അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കലിനെയും തെരഞ്ഞെടുത്തു. ഈ മാസം 16-ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനാകും. അളഗപ്പനഗർ പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് K രാജേശ്വരി അവതരിപ്പിച്ചു. പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ അധ്യക്ഷത വഹിച്ചു. 30,70,84,898 രൂപ വരവും 30,22,07,437 രൂപ ചിലവും 4,87,461 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ബജറ്റ് യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, സെക്രട്ടറി PB സുഭാഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം, നമുക്ക് കിട്ടുന്ന സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം നമ്മളുടെ നികുതി വരുമാനം ഇത് മാത്രം തന്നെയാണ് ആകെയുള്ള ഒരു വരുമാന മാർഗം. അതിൽ നിന്നുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എൻ്റെ ഈ കാലഘട്ടത്തിലത്തെ 4ാമത്തെ ബഡ്ജറ്റാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 3 ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞെങ്കിലും 3ാമത്തെ ബഡ്ജറ്റിന്റെ
പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പണിതീർത്ത ലാബ് ലൈബ്രറി കെട്ടിടം തുറന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ബിജി പദ്ധതി വിശദീകരിച്ചു. HSS ജില്ലാ കോർഡിനേറ്റർ VM കരീം, പ്രിൻസിപ്പാൾ PP ടെസ്സി, പ്രധാനാധ്യാപിക MV ഉഷ, ജനപ്രതിനിധികളായ റോസ്ലി തോമസ്, ഹേമലത നന്ദകുമാർ, വിജിത ശിവദാസൻ, പുഷ്പാകരൻ ഒറ്റാലി എന്നിവരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ബെന്നി ചാക്കപ്പൻ, ബിനോയ് ഞെരിഞ്ഞാമ്പള്ളി എന്നിവരും ഇഞ്ചംകുണ്ട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VR ബൈജു, PTA പ്രസിഡന്റ് TG ശ്രീജിത്ത്, OSO ചെയർമാൻ KN ജയപ്രകാശ്, HSS സ്റ്റാഫ് സെക്രട്ടറി VP ദേവസി, മുൻ പ്രിൻസിപ്പൽ K സൗദാമിനി, MPTA പ്രസിഡന്റ് റീന റെക്സിൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ കമ്പ്യൂട്ടറും പുസ്തകങ്ങളും OSA സ്കൂൾ അധികൃതർക്ക് കൈമാറി. ആമ്പല്ലൂർ കുണ്ടൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9-ന് ശീവേലി, പഞ്ചാരിമേളം, ഉച്ചതിരിഞ്ഞ് 2:30-ന് കാഴ്ച ശീവേലി, പഞ്ചവാദ്യം, വൈകിട്ട് 5-ന് കൂട്ടിയെഴുന്നള്ളിപ്പ്, പാണ്ടിമേളം, വൈകിട്ട് 6:45-ന് തായമ്പക, രാത്രി 9:30-ന് ഡാൻസ് ഡ്രാമ, പിറ്റേന്ന് പുലർച്ചെ 2-ന് ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ്, 4-ന് കൂട്ടിയെഴുന്നള്ളിപ്പ്, 5-ന് കളമെഴുത്തുപാട്ട്, 6-ന് വേലവരവ് എന്നിവയുണ്ടാകും. മേളത്തിന് പെരുവനം സതീശന്മാരാരും പഞ്ചവാദ്യത്തിന് അയിലൂർ അനന്തനാരായണ ശർമ്മയും നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ G കലാസാഗരൻ, P രതീഷ്, ജയൻ മഠത്തിൽ എന്നിവർ പങ്കെടുത്തു. ആമ്പല്ലൂർ ശ്രീ കുണ്ടുകാവ് ക്ഷേത്രത്തിലെ 28 ഉച്ചാർ മഹോത്സവം അതിവിപുലമായി തന്നെ ഈ വർഷവും ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ ഉപരിയായിട്ട് ഈ വർഷം 4 ദിവസമാണ്, 8, 9, 10, 11 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. അതിനുശേഷം നമ്മൾ വിപുലമായ രീതിയിൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പരിപാടി എന്ന നിലയ്ക്കാണ് 28 ഉച്ചാൽ ആഘോഷം നടത്തുന്നത്. അതിൽ 5ഓളം വിഭാഗ സെറ്റുകൾ പങ്കെടുക്കുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ കാലാവധി കഴിഞ്ഞ മരങ്ങൾ മുറിച്ചുമാറ്റി റീപ്ലാന്റ് ചെയ്യുക, എസ്റ്റേറ്റിനുള്ളിലെ അടിക്കാട് വെട്ടിത്തെളിയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിമ്മിനി ജൂങ്ടോളി എസ്റ്റേറ്റ് ഓഫീസ് ഉപരോധിച്ചു. പാലപ്പള്ളി സെന്ററിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. സമര പരിപാടികൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജെയിംസ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷത വഹിച്ചു. KL ജോസ്, ബിജു അമ്പഴക്കാടൻ, PT വിനയൻ, ഫൈസൽ ഇബ്രാഹിം, മോളി ജോസഫ്, EA ഓമന എന്നിവർ പ്രസംഗിച്ചു. അർഹതപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ദില്ലിയിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് LDFന്റെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ ബഹുജന സദസ്സ് നടത്തി. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. CPI പുതുക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MA ഫ്രാൻസിസ്, ഏരിയ കമ്മിറ്റി അംഗം AV ചന്ദ്രൻ, NCP സംസ്ഥാന കമ്മിറ്റി അംഗം PC കറപ്പൻ, സരിത രാജേഷ്, PN വിഷ്ണു, സുനന്ദ ശശി, PC സുബ്രൻ എന്നിവർ പ്രസംഗിച്ചു. അനുവർത്തിച്ചുവരുന്ന സാമ്പത്തിക ഉപരോധ നയങ്ങൾക്കെതിരെ, അതോടൊപ്പം തന്നെ വികസന പദ്ധതികളെ പരിപാടികളെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ഇന്ന് കേരളത്തിലെ ഈ ചൂട് അത്രയും തന്നെ ഡൽഹിയിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത്. പുതുക്കാട് പഞ്ചായത്ത് തല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ ബഹുജന സദസ്സിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ദില്ലി ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് LDF അളഗപ്പ് നഗർ പഞ്ചായത്ത് കമ്മിറ്റി മണ്ണംപേട്ടയിൽ ഐക്യദാർഢ്യ ധർണ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൌൺസിൽ അംഗം KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത്, VK അനീഷ്, PK വിനോദ്, VR രാജൻ, ടെസി വിൽസൺ,
രാജി രാജൻ, ഇ ഉഷാദേവി, സജ്ജന ഷിജു, സോജൻ ജോസഫ്, KR അനൂപ് എന്നിവർ പ്രസംഗിച്ചു. മുല്ലക്കര ചന്ദനക്കുടം നേർച്ചയുടെ ഭാഗമായി കല്ലൂർ ദേശത്ത് നടത്തിവരുന്ന ചന്ദനക്കുടം നേർച്ച ഫെബ്രുവരി 10-ന് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ചെങ്ങാലൂരിൽ വീട്ടിലെ കിളിക്കൂട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. ചെങ്ങാലൂർ മടത്തിപ്പറമ്പിൽ ജോജു ആന്റണിയുടെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ചിരുന്ന കിളിക്കൂട്ടിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്കായിരുന്നു സംഭവം. കിളികൾക്ക് തീറ്റ കൊടുക്കാനായി എത്തിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. കൂട്ടിനുള്ളിലെ കുടത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. വ്യാഴാഴ്ച കൂടിന് തൊട്ടരികെ പാമ്പിനെ കണ്ടിരുന്നുവെന്നും പിന്നീട് തിരച്ചിൽ നടത്തിയപ്പോൾ കണ്ടെത്താനായില്ലെന്നും വീട്ടുടമ പറഞ്ഞു. സ്നേക് റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. 5.5 അടിയോളം നീളമുള്ള പാമ്പിനെയാണ് കണ്ടെത്തിയത്. നിലമൊരുക്കി വെള്ളമൊഴിച്ച് വളം ചേർത്ത് കീടബാധ ഏൽക്കാതെ 3 മാസത്തോളം പരിപാലിച്ച നെൽച്ചെടികളിൽ നിന്ന് കതിരുകൾ ശേഖരിച്ചപ്പോൾ വിദ്യാർത്ഥി മനസ്സുകളിൽ നിറഞ്ഞത് ഫലപ്രാപ്തിയുടെ നിർവൃതി. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ അങ്കണത്തിലെ 5 സെന്റ് സ്ഥലത്താണ് വിദ്യാർത്ഥികൾ കരനെൽ കൃഷി ചെയ്തത്. വിദ്യാലയത്തിലെ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി. നിലമൊരുക്കൽ മുതൽ വിതയും പരിപാലനവും നടത്തിയ വിദ്യാർത്ഥികൾ തന്നെ വിളഞ്ഞ നെല്ല് കൊയ്തെടുത്തു. കറ്റകെട്ടലും മെതിയും നടത്തിയത് വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. കൊയ്ത്തുത്സവം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് മനോജ് വലിയപുരയ്ക്കൽ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NR രേഖ, മുതിർന്ന കർഷകൻ G ഗോപാലൻ, പ്രധാനാധ്യാപിക T ഷീല, ജോബിൻ M തോമസ്, ഇക്കോ ക്ലബ് കൺവീനർ രശ്മി ചന്ദ്രൻ, സെക്രട്ടറി അബിൻ ദേവ് സുന്ദർ എന്നിവർ പ്രസംഗിച്ചു. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കവിത വായനശാല ഞായറാഴ്ച രാവിലെ 10-ന് എഴുത്തുകാരനായ രാജൻ നെല്ലായി ഉദ്ഘാടനം ചെയ്യും. സമേതം ചരിത്രാന്വേഷണ യാത്രകളുടെ ഭാഗമായി പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ഗ്രാമപഞ്ചായത്ത് തല ചരിത്ര കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, ജോണി ചിറ്റിശ്ശേരി, ദിലീപ് ഖാദി, പ്രധാന അധ്യാപിക ബിന്ദു, കർഷകരായ ശിവരാമൻ, NV ഗോപൻ, ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ചെങ്ങാലൂർ ചോനേടത്തുകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉച്ചാൽ മഹോത്സവവും ശനിയാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 5 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. 10-ന് പറനിറപ്പ്, 11-ന് നന്തുണിപ്പാട്ട്, ഉച്ചയ്ക്ക് 1-ന് കളംപാട്ട്, വൈകിട്ട് 5-ന് കാഴ്ചശിവേലി, കൊടകര ഉണ്ണി നയിക്കുന്ന പാണ്ടിമേളം, രാത്രി 8-ന് ഗാനമേള, 10-ന് മല്ലിശ്ശേരി തറവാട്ടിൽ നിന്നും താലിവരവ് എന്നിവയാണ് പരിപാടികൾ. മുപ്ലിയം ഷൺമുഖപുരം പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഫെബ്രുവരി 13-ന് ചടങ്ങുകൾ സമാപിക്കും. മറ്റത്തൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ 27 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഗാലക്സി സ്മാർട്ട് അംഗനവാടി ശനിയാഴ്ച വൈകുന്നേരം 5-ന് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിക്കും. മറ്റത്തൂർ പഞ്ചായത്തിലെ താളൂപ്പാടത്തുള്ള അംഗനവാടി സ്മാർട്ടാകുന്നു. MP-യുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 23.1 ലക്ഷം രൂപ ചിലവഴിച്ചാണ് സ്മാർട്ട് അംഗനവാടി ഒരുക്കുന്നത്. ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് TN പ്രതാപൻ MP നിർവഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യ അതിഥിയാകും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുമുക്കര K കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ സെക്യൂരിറ്റി തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് എക്സ് സർവീസ്മാൻമാരിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. യോഗ്യരായവർ ഈ മാസം 13-ന് രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂവിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0482207446 എന്ന നമ്പറിൽ വിളിക്കുക. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5790 രൂപ, പവന് 46,320 രൂപ. കല്ലൂർ ചിറയത്ത് അന്തിക്കാടൻ ബാബു ഭാര്യ ഷേർലി അന്തരിച്ചു. 48 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ ബെന്നറ്റ്, ബ്രീസ്, റോസ്. ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടം മാമ്പുള്ളി ജയരാജൻ ഭാര്യ ഷീജ അന്തരിച്ചു. 52 വയസ്സായിരുന്നു.
സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 വീട്ടുവളപ്പിൽ. നന്ദിപുലം മാഞ്ഞൂർ തണ്ടാശ്ശേരി പരേതനായ വാസുവിന്റെ ഭാര്യ അമ്മിണി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉഷ, രഘു, സുഗു എന്നിവർ മക്കളും ചന്ദ്രൻ, സീന, ബിജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകരയിൽ KSRTC സൂപ്പർഫാസ്റ്റിന് പിറകിൽ നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ച് അപകടം. 12 പേർക്ക് പരിക്കേറ്റു. ടോൾ വിരുദ്ധ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നടന്ന സമര ശൃംഖല VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ഭരണകൂടത്തെയും ജനങ്ങളെയും ടോൾ കമ്പനി പരസ്യമായി കബളിപ്പിക്കുകയാണെന്ന് സുധീരൻ ആരോപിച്ചു. നിർമ്മാണം പൂർത്തിയാകുന്ന തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. അളഗപ്പ് നഗർ പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് K രാജേശ്വരി അവതരിപ്പിച്ചു. 1 കോടി ഉപയോഗിച്ച് മുപ്ലിം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പണിതീർത്ത ലാബ് ലൈബ്രറി കെട്ടിടം തുറന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ആമ്പല്ലൂർ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.